സനൽകുമാർ ശശിധരനെ പൂട്ടാൻ പോലീസ്, ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ പോലീസ്. വിമാനത്താവളത്തിൽ എത്തിയാൽ പിടികൂടും. സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കുമെന്ന് പോലീസ്. വിമാനത്താവളത്തിലെത്തിയാൽ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടി നൽകിയ പരാതിയിൽ എളമക്കര പോലീസ് സനൽകുമാറിനെതിരെ കേസെടുത്തിരുന്നു. നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് സനൽകുമാർ ശശിധരനെതിരെ ചുമത്തിയിരിക്കുന്നത്. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ വകുപ്പിലാണ് കേസെടുത്തത്. സനൽകുമാർ ശശിധരൻ നിലവിൽ വിദേശത്താണുള്ളത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇയാൾ അമേരിക്കയിലാണെന്ന് കൊച്ചി പോലീസ് അറിയിച്ചു. നിയമവഴികളിലൂടെ ബന്ധപ്പെട്ട നടപടിയെടുക്കാനാണ് തീരുമാനം. നടിക്കെതിരെ സനൽകുമാർ ശശിധരൻ ഷെയർ ചെയ്ത പോസ്റ്റിൽ നടി അപകീർത്തി ആരോപിക്കുകയാണെങ്കിൽ പോസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS പറഞ്ഞു. സനൽകുമാർ ശശിധരനെതിരെ നടി 2022 നൽകിയ ഒരു പരാതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാൽ പിന്തുടർന്ന് അപമാനിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കേസിൽ അറസ്റ്റിലായ സനൽകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കേസ് നിലനിൽക്കുമ്പോഴും പരാതിക്കാരിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നത് തുടരുന്നതിനാലാണ് പരാതിക്കാരി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തുന്നുവെന്ന നടിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയാണ് എളമക്കര പോലീസ് കേസെടുത്തത്. അതേസമയം തന്നെ നടിയെ ടാഗ് ചെയ്ത് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി സനൽകുമാർ ശശിധരൻ രംഗത്തെത്തി. നടിയുടെ ജീവന് അപകടമുണ്ടെന്നും അവരെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ലെന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഇത്തവണയും തനിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നതെന്നാണ് സംവിധായകൻ പറയുന്നത്. നടിയുടെ അറിവോടുകൂടിയല്ല ഈ കേസെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മാധ്യമങ്ങൾ അടക്കമുള്ളവർ തയ്യാറാകണമെന്നുമാണ് സനൽകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിക്കുന്നത്.